Hello, very good morning. And welcome to day 12. നമുക്കറിയാം നമ്മൾ ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻ ടോപ്പിക്കിലൂടെയാണല്ലേ കടന്നു പോകുന്നത്. സോ ഇന്നും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ആൻഡ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്ലിംസ് പറയാം കേട്ടോ. ഓക്കെ, പതിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ണുകളടിക്കാം. ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് രീതിയിലിരിക്കാം. ആൻഡ് സ്ലോലി ക്ലോസ് യുവർ ഐസ്. Take a deep breath in. Hold on. And breathe out slowly. Again, take a deep breath in. Hold on and breathe out slowly. Again, take a deep breath in and breathe out slowly. നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആണ്. ഇതിനെ ബോഡിനെ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഹൗ ഇറ്റ് ഫീൽസ്. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ചെസ്റ്റിലേക്ക് കൊണ്ടുവരാനാണ്. നിങ്ങളുടെ പാസ്റ്റിലുള്ള ഏതെങ്കിലും ഇമോഷൻസ് അവിടെ വെയിറ്റ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ജസ്റ്റ് ഒബ്സർവ് ഇറ്റ്. എന്തെങ്കിലും ഹെവിനെസ്സോ പ്രഷറോ ഓൾഡ് മെമ്മറീസ് അവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. നമ്മളെല്ലാ ഇമോഷൻസും നമ്മളെ ബോഡിയിൽ സേഫ്ഡ് ആണ്. നമ്മളത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടെ. സോ അനലൈസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഹെവി ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളത് ചെയ്യാം. And ആ വന്ന എല്ലാ ഇമോഷൻസിനെയും നിങ്ങൾക്കൊരു ബാക്ക് പാക്കിലാക്കാവുന്നതാണ്. ആ ബാക്ക് പാക്ക് നിങ്ങളെ തോളിലണിയാം. അതിന്റെ വെയിറ്റ് നിങ്ങൾക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. ഭയങ്കര ഹെവിയാണ്. നിങ്ങൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാക്ക് പാക്കിൽ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമോഷൻസും നിങ്ങളുടെ ഓൾഡ് മെമ്മറീസും എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് നിങ്ങളത് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പതിയെ നിങ്ങൾ ആ ബാക്ക് പാക്ക് എടുത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും റിമൂവ് ചെയ്ത് നിങ്ങളുടെ മുൻപിൽ നിൽക്കാവുന്നതാണ്. ഇനി മുതൽ നിങ്ങൾ ആ ഇമോഷൻസിനെ ഓൾഡ് മെമ്മറീസിനെ ക്യാരി ചെയ്യുന്നില്ല. ആ വെയിറ്റ് പോയതോടെ നിങ്ങളുടെ എനർജീസ് ബൂസ്റ്റ് ആയത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. വിത്ത് ദാറ്റ് എനർജി ടേക്ക് ഇറ്റ് ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് റിലീസ് ഇറ്റ്. ഇപ്പോൾ നിങ്ങളുടെ ബോഡി പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ മൈൻഡിൽ ഏതെങ്കിലും ഇമോഷൻസ് ബാക്കിയുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആ ഒരൊറ്റ ഇമോഷനെ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യാവുന്നതാണ്. മേ ബി ദേഷ്യമാവാം, സാഡ്നെസ് ആവാം, ഗിൽറ്റ് ആവാം, എന്തു തന്നെ ആണെങ്കിലും അതിനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഐ സീ യു, ഞാൻ കാണുന്നുണ്ട്. ഐ അക്നോളജ് യു. നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതോടു കൂടി തന്നെ
ആ ഇമോഷൻ സോഫ്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇമോഷനെ നിങ്ങൾക്കൊരു ക്ലൗഡായിട്ട് കാണാം. ഭയങ്കര ഡാർക്ക് കളറിലുള്ള ഒരു ക്ലൗഡ്. നിങ്ങളുടെ ഓരോ എക്സൈലിലും ആ ഒരു ക്ലൗഡ് ലൈറ്റർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. യോ വൈറ്റിലേക്ക് മാറുന്നത്, അതിന്റെ സൈസ് കുറഞ്ഞു വരുന്നതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കംപ്ലീറ്റ്ലി നിങ്ങളെ മൈൻഡ് സോഫ്റ്റ് ആവുന്നതും ആ ഒരു ഇമോഷൻ നിങ്ങളെ മൈൻഡിൽ നിന്ന് പോകുന്നതായിട്ടും ഫീൽ ചെയ്യാം. ഇപ്പോൾ ആ ഇമോഷൻ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞു. പതിയെ നിങ്ങൾക്ക് നിങ്ങളോട് പറയാം, എന്നെ സഹായിക്കാത്തതൊന്നും ഞാൻ ഇനി എന്നോടൊപ്പം കൊണ്ടു നടക്കുന്നില്ല. ഞാൻ പൂർണ്ണമായിട്ടും എനിക്ക് മാപ്പ് നൽകുന്നു. എൻ്റെ പാസ്റ്റിൽ നിന്നും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്നെ ഫ്രീ ആക്കുന്നു. ഞാൻ സമാധാനത്തെ ചൂസ് ചെയ്യുന്നു. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ആ ഒരു ഫ്രീ ഫീലിംഗ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ആ ഒരു ഫീലിന്റെ എക്സ്ട്രീം ലെവലിനെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പതിയെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാമോ? സോ യെസ്, കം ബാക്ക്. നമ്മൾ ജസ്റ്റ് ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ പകരം നമ്മുടെ പാസ്റ്റിൽ നടന്നിരിക്കുന്ന ഒരുപാട് ഇമോഷൻസും ഒരുപാട് ട്രോമാസും നമ്മുടെ മനസ്സിൽ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മളെ വർക്ക് പ്രോപ്പർ അല്ല, നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഓൾഡ് മെമ്മറീസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ വെയിറ്റ് താങ്ങിക്കൊണ്ട് പോവാതെ അവിടെ വിട്ടിട്ട് പോരുകയാണ് ചെയ്തത്. ഓക്കെ, ഒരിക്കലും കാണാൻ പറ്റാത്ത ഇമോഷണൽ ബാഗേജ് ആയിരുന്നു അത്. അതിന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ നിങ്ങൾ വീണ് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഫ്രീ ആക്കി വിട്ടു. ആൻഡ് ആ ഒരു വെയിറ്റിനെ നമ്മൾ അവിടെ റിലീസ് ചെയ്തു എന്നുള്ളതാണ്. നമ്മളെ പാസ്റ്റ് ഒരിക്കലും നമ്മൾ മറക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല, പാസ്റ്റിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടും അല്ല, പകരം നമ്മൾ ഹീൽ ചെയ്യാണ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആ ഒരു ഹെവി ബാഗിനെ നമ്മൾ ക്ലൗഡ് ആയിട്ട് കണ്ടു. ആ ഒരു ക്ലൗഡ് ലൈറ്ററായി പിന്നെ ഇല്ലാതാവുന്നതായിട്ടാണ് പോയത്, അല്ലെ? സോ നമ്മൾ എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻസിനെ സൃഷ്ടിച്ചിരിക്കുന്നത് നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സിനെ മിക്സഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഹീൽ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, പീസ് സ്വീകരിക്കാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഹീലിംഗ് പ്രോസസ് ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഈ ഒരു വീക്ക്നെസ് ഇല്ലാതെ ഹൈ എനർജിയോട് കൂടി പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.